ജിഷ്ണു, ദിവസങ്ങൾ ഇത്രയും പിന്നിട്ടു, പക്ഷെ ആ നടുക്കം മാറിയിട്ടില്ല. നമ്മൾ കണ്ട കാഴ്ചകൾ നടുക്കുന്നതാണ്. കാര്യം ആ ആക്രമണത്തിൻ്റെ ഭീകരത എത്രമാത്രമുണ്ടെന്ന് ആ കെട്ടിടത്തിൻ്റെ ആ തകർന്ന ചുവരുകൾ, ജനലുകൾ, അവിടെ ചിന്നിച്ചിതറി കിടക്കുന്ന ചില്ല് കഷ്ണങ്ങൾ, അസ്ഥികൂടം മാത്രമായി അവശേഷിക്കുന്ന ആ ഇരുചക്ര വാഹനങ്ങൾ, പുറത്ത് മെയിൻ റോഡിൽ തകർന്നു കിടക്കുന്ന ആ കാറ്, സ്കൂട്ടർ, ഒപ്പമുള്ള കടകൾ, അങ്ങനെ ഒരു നരനായാട്ടിന്റെ അല്ലെങ്കിൽ ഹീനമായ ഒരു വേട്ടയുടെ ജനവാസ മേഖലയിൽ നാശനഷ്ടമാണ് മേഖലയിൽ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇത് വളരെ കൃത്യമായി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന മുൻകരുതലോടുകൂടി അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് പൂഞ്ച് മേഖലയിൽ, അതായത് ഈ ഡ്രോണുകൾ എത്തുമ്പോൾ നമുക്ക് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർക്കാൻ സാധിക്കും. ഷെല്ലുകൾ വന്ന് പതിക്കുന്ന സ്ഥലത്ത് ആളുകളെ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് ആളപായം ഒഴിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിരോധ രീതി. അത് വളരെ കൃത്യമായി ഭാരതത്തിന്റെ സുരക്ഷാ സേന പൂഞ്ച് ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ നടത്തിയതിന്റെ ഭാഗമായി മാത്രമാണ് രാജ്യത്തിന് നിരവധി പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ഞാനും പ്രദീപ് പിള്ളയും ഉൾപ്പെടെ നമ്മുടെ ജനൻ TV സംഘം കഴിഞ്ഞ ദിവസം രജൌരിയിൽ നിന്ന് പൂഞ്ചിൽ യാത്ര ചെയ്തിരുന്നു. രജൌരിയിൽ നിന്ന് 2 മണിക്കൂറിലധികമുള്ള യാത്ര. അവിടെ തീർത്തും ഭയാനകമായ, മുൻപ് നമ്മൾ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങൾ TV-യിൽ കാണുന്ന സമയത്തുള്ള സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. പല വീടുകളുടെയും മുകൾ നിരയിൽ ഷെല്ല് വന്ന് പതിച്ചിരിക്കുന്നു. കടകളുടെ വീടുകളിൽ, സ്കൂളിന്റെ മുകളിലേക്ക് അതിന്റെ ഷെല്ലുകൾ വന്ന് പതിച്ചിരിക്കുന്നു. അത്തരത്തിൽ അതിഭീകരമായിട്ടുള്ള കാഴ്ച. പലരും രക്ഷപ്പെടാൻ വേണ്ടി സുരക്ഷാ സേനയുടെ നിർദ്ദേശം അനുസരിച്ച് വീടുകളിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഷെല്ല് വീണ് മരിച്ചത്. ജിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ആ 2 കുട്ടികളും അച്ഛനമ്മമാരോടൊപ്പം അവിടെ നിന്ന് പലായനം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. രക്ഷപ്പെട്ട് ഓടാനുള്ള ഒരുക്കത്തിൽ പുറത്തിറങ്ങുകയും അവിടെ അടിക്കുകയും ഒരുമിച്ചായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആ കുട്ടികളുടെ കാര്യം ആ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞത്, ഇവരാരും ക്യാമറയിൽ വന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ലാന്ന് നമുക്കറിയാം. അവർ ആ നടുക്കത്തിൽ നിന്ന് മാറിയിട്ടില്ല. ആ കുട്ടികൾ, അവരുടെ വീട് അവിടെ നിന്നും അല്പം അകലെ മാത്രമാണ്, 10-15 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീട്. സ്കൂളിൽ പോകാൻ, കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂളിൽ പോയി വരാനുള്ള സൗകര്യത്തിനാണ് അവിടെ വന്ന് താമസിച്ചിരുന്നത്. അതാണ് ഏറ്റവും വലിയ ദുഃഖകരം. ഈ സിയാനും ഉറുവയും ഉൾപ്പെടെയുള്ളവർ അവരുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അവരുടെ പിതാവ് സ്കൂളിനടുത്ത് വീട് വാടകയ്ക്ക് എടുക്കുകയും ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ സുരക്ഷാ സേനയുടെ നിർദ്ദേശം അനുസരിച്ച് കുടുംബം ആ മേഖലയിൽ നിന്ന് പലായനം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറുമ്പോഴാണ് പ്രേക്ഷകർ അല്പസമയങ്ങൾക്ക് മുൻപ് കണ്ട ഇടുങ്ങിയ വഴിയിൽ ഷെല്ല് വന്ന് പതിക്കുകയും അതിൻ്റെ ചീളുകൾ കയറിക്കൊണ്ട് ആ 2 കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഏതായാലും അത്തരത്തിലുള്ള നീചമായ പ്രകോപനങ്ങൾക്കുള്ള അതിശക്തമായ മറുപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈന്യത്തിനും പാകിസ്ഥാനും ഭാരതം നടത്തിയത്. കാരണം ആദ്യം ഓപ്പറേഷൻ സിന്ദൂർ ഈസ് അഗെയിൻസ്റ്റ് ടെററിസ്റ്റ്, പക്ഷേ നമ്മുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ടുള്ള കളി പാകിസ്ഥാൻ തുടങ്ങിയപ്പോഴാണ് വളരെ കൃത്യമായി പാക് സൈന്യത്തെയും പാകിസ്ഥാനെയും ആക്രമിക്കാനുള്ള തീരുമാനം ഭാരതം കൈക്കൊണ്ടത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ആ ഭാഗ്യത്തിന് സ്കൂളിൽ ക്ലാസ് ഇല്ലാതിരുന്ന സമയത്താണ്, രാത്രിയിലാണ്, അല്ലെ പുലർച്ചെയാണ് ഈ ഷെല്ലാക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി കുട്ടികളുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. കാര്യം ഈ ഗല്ലിയിൽ വീണ ഷെല്ലിന്റെ ചീളുകളാണ് സ്കൂളിന്റെ മേൽക്കൂരയിലൊക്കെ തറച്ചിട്ട്, സ്കൂളിന്റെ മേൽക്കൂരയിൽ ഒക്കെ അവിടെ എപ്പാടും ചിതറിക്കിടക്കുന്ന കാഴ്ചയും നാം ഒപ്പിയെടുത്തിരുന്നു അവിടുത്തെ ഷെല്ലുകൾ. അപ്പോൾ പ്രിൻസിപ്പൽ മറ്റൊരു കരളലിയിക്കുന്ന കഥ പറഞ്ഞു. ഒരു ഗണിത അധ്യാപകന്റെ മകൻ, ആ കുട്ടി മറ്റൊരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അദ്ദേഹം CBSE സിലബസിൽ പഠിക്കുകയായിരുന്നു. പഠിത്തത്തിൽ അല്പം പിന്നോട്ടാണ്. അപ്പോൾ അങ്ങനെയാണ് സ്റ്റേറ്റ് സിലബസ് ഉള്ള ഈ ക്രൈ സ്കൂളിലേക്ക് അഡ്മിഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ എൻട്രൻസ് ടെസ്റ്റിൽ വലിയ മാർക്കില്ല. അപ്പോൾ ഈ അധ്യാപകൻ പറയുകയാണ്, ഈ CBSEയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും മാർക്ക് കിട്ടില്ല, അതുകൊണ്ട് സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു 60% മാർക്കൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞ അനുസരിച്ചാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ നാം കണ്ടു, പക്ഷെ അത് പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത വിധം കൊലപാതകം സംഭവിച്ചിട്ടുള്ളത്. ഈ കുടുംബം ഇവിടെ നിന്ന് മാറുകയും പെട്രോൾ നിറയ്ക്കുന്നതിന് വേണ്ടി പെട്രോൾ പമ്പിന് സമീപം വാഹനം നിർത്തുന്നു. ആ കുട്ടി പെട്രോൾ പമ്പിന് പുറത്തേക്ക് വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ ഈ റോഡിനടുത്തേക്ക് എത്തിയപ്പോഴാണ് ആ പ്രദേശത്ത് ഷെല്ല് വീഴുകയും ഷെല്ല് ദേഹത്ത് തകർച്ചു കയറിക്കൊണ്ട് ആ ദൃശ്യങ്ങൾ ആ പ്രിൻസിപ്പൽ നമുക്ക് കാണിക്കുകയുണ്ടായി. അതിഭീകരമായിട്ടുള്ള ആ ദൃശ്യങ്ങൾ. അത്തരത്തിൽ വലിയ നാശനഷ്ടവും കനത്ത ഭീകരതയും കണ്ണില്ലാത്ത ക്രൂരതയുമാണ് പാകിസ്ഥാൻ ഭാരതത്തിന്റെ ജനവാസ മേഖലയിലേക്ക് നടത്തിയത്. സൈന്യത്തിന്റെ മുൻകരുതൽ നടപടികൾ, ഇന്നലെ അവിടെ സംസാരിച്ചവരെല്ലാം പറഞ്ഞത്, സൈനികർ ഞങ്ങളെ സഹോദരന്മാരെ പോലെ കാത്തു സൂക്ഷിച്ചു. സൈന്യത്തിന്റെ ബങ്കറുകളിലേക്ക് പൗരന്മാരെ മാറ്റി
പുലർച്ചെ നേരം വെളുത്തതിന് ശേഷം അവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യം ഒരുക്കി. അത്തരത്തിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ സൈന്യം നടത്തിയിട്ടുണ്ട്. പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനുമൊപ്പം പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പൂഞ്ചിൽ നിർഭാഗ്യവശാൽ നമുക്ക് 16 ജീവനുകളാണ് നഷ്ടമായിട്ടുള്ളത്. ഒരു സൈനികൻ ഉൾപ്പെടെ 16 ജീവനുകൾ നഷ്ടമായിട്ടുണ്ട്. അതിനൊന്നും കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇതിനൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി കെ വാര്യർ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യം, ഈ ട്രൂപ്പ് മൂവ്മെന്റും പട്ടാളത്തിന്റെ നീക്കങ്ങളും ഒരു തരത്തിലും ചിത്രീകരിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാതിരുന്ന ഒരു കാഴ്ച ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ ജിഷ്ണു ആ ഗല്ലിക്കുള്ളിലെ റിപ്പോർട്ട് തയ്യാറാക്കി പുറത്തേക്ക് വരുമ്പോഴേക്കും സൈനികരുണ്ടായിരുന്നു, അവിടെ സൈനിക വാഹനങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ അവരിറങ്ങി ജനങ്ങളോട് ചോദിക്കുകയാണ്, ഭക്ഷണ സാധനങ്ങളുണ്ടോ, വീട്ടിൽ സാധന സാമഗ്രികളുണ്ടോ, ഇല്ലെങ്കിൽ വണ്ടിയിൽ സാധനങ്ങളുണ്ട് തരാം എന്ന് പറയുന്നു. അത് ഉറപ്പാക്കിയ ശേഷമാണ് ആ ഒരു സൈനിക വാഹന വ്യൂഹം അവിടെ നിന്ന് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തിട്ടില്ല ജിഷ്ണു. തീർച്ചയായും. ഒപ്പം പൂഞ്ചിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പൂഞ്ചിലെ ഈ ഒരു കരളലിയിക്കുന്ന കാഴ്ചകൾക്കൊപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ കൂടി സംസാരിച്ചതിന് ശേഷം അടുത്ത വാർത്തകളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ധനീധർ എന്ന് പറയുന്ന കോട്ടയ്ക്ക് മുകളിലാണ് ജനം ടി.വി. ക്യാമറമാൻ അതൊന്ന് പാൻ ചെയ്ത് ദൃശ്യങ്ങൾ കാണാം. കോട്ടയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഈ കോട്ട 1855 ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായത്. അന്നൊരു ഗവർണറായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. ജമ്മുവിൻ്റെ ഫൗണ്ടർ, ജമ്മുവിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മഹാരാജ ഗുലാബ് സിംഗ് നിയോഗിച്ചാണ് മിയാൻ ഹാത്തു എന്ന് പറയുന്ന ഗവർണറെ രജൌരിയുടെ ഗവർണറായി. അതിനു മുമ്പ് ഒന്നിലധികം ഭരണാധികാരികൾ ഉണ്ടായിരുന്നെങ്കിലും ഇവരെയൊക്കെ മാറ്റിയിട്ടാണ് മഹാരാജ ഗുലാബ് സിംഗ് മിയാൻ ഹാത്തുവിനെ ഗവർണറായി നിയമിക്കുന്നത്. ഈ കെട്ടിടം ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്ന കല്ലുകൾ എന്ന് പറയുന്നത് മറ്റൊരു യുദ്ധത്തിൻ്റെ ബാക്കി പത്രമാണ്. മഹാരാജ രഞ്ജിത് സിംഗ് കശ്മീർ ആക്രമിച്ചപ്പോൾ തകർത്ത ജറാൽ രാജാക്കന്മാരുടെ കോട്ട കൊത്തളങ്ങളുണ്ട്. അവിടെ നിന്നുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഇതിന് കാരണം ദോഗ്ര ശക്തികൾ, ദോഗ്ര വംശത്തെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് സുരക്ഷ ഉറപ്പാക്കാനാണ്. അതിന് കാരണമുണ്ട്. ഈ കോട്ടയിരിക്കുന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ഉണ്ണിക്കത് കാണിക്കാൻ കഴിയുമെങ്കിൽ ഈ കോട്ടയ്ക്ക് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ രജൌരി താഴ്വര മുഴുവൻ കാണാനാകും. ഇവിടെ നിന്ന് 360 ഡിഗ്രീസ് കാഴ്ചകളുണ്ട്. 360 ഡിഗ്രി കറങ്ങി ഈ രജൌരി താഴ്വരയിലെ ഓരോ മുക്കും മൂലയും ഈ ധനീധർ കോട്ടയുടെ മുകളിൽ നിന്ന് നമുക്ക്. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും ഈ കോട്ട ഉപയോഗിച്ചിട്ടുള്ളത് പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയാണ്. 1840-50 കാലഘട്ടത്തിൽ പണി തീർത്തത് മുതൽ ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ മേഖല ഭരിച്ചിട്ടുള്ള ആളുകൾ അതിനുശേഷം സർക്കാരിനടുത്തേക്ക് എത്തുമ്പോഴും ഇപ്പോൾ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ ഈ കോട്ട ഉപയോഗിക്കുന്നത് ഒരു പ്രതിരോധ സംവിധാനത്തിന് വേണ്ടിയാണ്. വളരെ കൃത്യമായി ശത്രുക്കളുടെ നീക്കം സംബന്ധിച്ചും പ്രത്യാക്രമണം നടത്താനും സാധിക്കുന്ന രീതിയിൽ അത്രയധികം വളരെ ായിട്ടുള്ള ഒരു മേഖലയിലാണ് ഈ ഒരു കോട്ട പണിതീർത്തിട്ടുള്ളത്. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് രജൌരി താഴ്വരയുടെ ദൃശ്യങ്ങളാണ്. വളരെ കൃത്യമായി വലിയ രീതിയിൽ സൗന്ദര്യമുള്ള ഒരു ഭൂപ്രദേശം, അതിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന രജൌരി താഴ്വരയുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം അതിർത്തി മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിർത്തി മേഖലയോട് ചേർന്നിട്ടുള്ള മലനിരകളാണ്. നേരത്തെ കഴിഞ്ഞ ദിവസമെല്ലാം ആർമി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ ഈ നമ്മൾ കാണുന്ന ഈ മലനിരകൾക്കും അപ്പുറത്ത് ആണ് പാകിസ്ഥാന്റെ ബോർഡർ എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മലനിരകൾക്ക് അപ്പുറത്ത് നിന്നാണ് പലപ്പോഴും ഷെല്ലാക്രമണം ഉണ്ടാകാറുള്ളത്. ഈ ഒരു മലനിരകൾക്ക് മറുവശത്ത് ഭാരതത്തിന്റെ സൈനിക ഔട്ട് പോസ്റ്റുകളുണ്ട്. അതിനപ്പുറത്ത് പാകിസ്ഥാൻ അതിർത്തി. അത്തരത്തിൽ രജൌരി മേഖല അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന രജൌരി ഗ്രാമത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ധനീധർ എന്നുള്ള കോട്ടയ്ക്ക് ധരണീധർ എന്നും പറയാറുണ്ട്. ഈ ഒരു രാജാക്കന്മാരുടെ സേനയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ, ധാന്യങ്ങളുടെ ശേഖരമായും ധാന്യം സ്റ്റോറേജിനായും ഈ കോട്ട ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ദോഗ്ര രാജവംശത്തിൻ്റെ. ഏതായാലും ചരിത്രം ഉറങ്ങുന്ന രജൌരി, മനോഹരമായ രജൌരി താഴ്വാരം, അതിമനോഹര കാഴ്ചകൾ, ഒട്ടനവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന ഭൂമിശാസ്ത്രപരമായും ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിലും ഒക്കെയുള്ളത് ഈ പൂഞ്ചും രജൌരിയും ഒക്കെ അടങ്ങുന്ന മനോഹരമായ പ്രദേശങ്ങളെയാണ് അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള
അനാവശ്യ ശല്യം കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് പാകിസ്ഥാൻ അലോസരം കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പാകിസ്ഥാന്റെ പ്രകോപനം, ഒപ്പം രാജ്യത്തിനകത്ത് നിലകൊള്ളുന്ന വിഘടനവാദ പ്രവർത്തനങ്ങൾ, അതിന്റെ ഫലമാണ് ഇത്തരത്തിൽ രജൌരി ഉൾപ്പെടെയുള്ള മേഖലകൾ ഇന്നും അനുഭവിക്കുന്നത്. കാരണം അത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഒപ്പം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് എങ്കിൽ പോലും ഫ്ലറിഷായ രീതിയിൽ അത്തരത്തിൽ ആളുകൾക്ക് കുടുംബപരമായി എത്തുന്നതിന് പോലും ഒരു ഭയം തോന്നിക്കുന്നത് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങളും ഒപ്പം അടിക്കടി ഉണ്ടാകുന്ന ഭീകരവാദ അല്ലെങ്കിൽ ഭീകരശക്തികളുടെ ഇടപെടലുമാണ്. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന ജമ്മു കശ്മീരിലെ കശ്മീർ താഴ്വരയ്ക്ക് പുറമെ ജമ്മു സെക്ടറിലാണ് രജൌരിയും പൂഞ്ചും ഉൾപ്പെടെയുള്ള മേഖലകളുള്ളത്. അവിടെ ഇത്തരത്തിൽ സ്ഥിതിഗതികൾ മാറി വരുന്നു. അതിർത്തി മേഖലകളിലേക്ക് പോലും റോഡ് കണക്ടിവിറ്റി എത്തുന്നു. ഭാരതത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അതിർത്തികളിൽ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിൽ ഏറ്റവും അവസാനത്തെ വീടുകളിലേക്ക് പോലും വികസനം എത്തിക്കുക എന്ന കൺസെപ്റ്റോട് കൂടിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. റോഡ്, താമസ സൗകര്യം, കുടിവെള്ള സൗകര്യം, വൈദ്യുതി എത്തിക്കുന്നത്, അതിർത്തിയിലെ മുൻ സർക്കാരുകളുടെ പ്രതികരണങ്ങൾ പാർലമെന്റിൽ ഉൾപ്പെടെ പരിശോധിച്ചാൽ അറിയാം. എന്തിനാണ് വെറുതെ അതിർത്തി ഗ്രാമങ്ങളിൽ വികസനം നടത്തി മറ്റ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുന്നത് എന്ന് ചോദിച്ച പ്രതിരോധ മന്ത്രിമാരുൾപ്പെടെ ഉണ്ടായിരുന്ന രാജ്യമാണിത്. പക്ഷേ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. രാജ്യത്തിന്റെ ഭരണ നേതൃത്വം അന്താരാഷ്ട്ര അതിർത്തികളിൽ അവസാന വീടുകളിലേക്കും വികസനം എത്തിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ്. അതായത് യാത്ര പോലും ദുഷ്കരമായിരുന്ന പ്രദേശങ്ങളിലേക്ക് മനോഹരമായ ഹൈവേകളാണ് ഒരുങ്ങുന്നത്. തുരങ്കങ്ങൾ ഒരുങ്ങി ദുർഘടമായ പാതകളെ നമുക്ക് പ്രാപ്യമാകുന്ന രീതിയിൽ വികസനവും സുരക്ഷയും ഒരുപോലെ എത്തിക്കുന്ന രീതിയിലുള്ള, ഒപ്പം തന്നെ അവരുടെ ആശയവിനിമയം, അവരുടെ സഞ്ചാരം ഉറപ്പാക്കുന്ന രീതിയിലുള്ള വികസനമാണ് അതിർത്തി മേഖലയിലെമ്പാടും നടക്കുന്നത്. എന്തായാലും രാജാക്കന്മാരുടെ നാടെന്നറിയപ്പെടുന്ന രാജപുര, പിന്നീട് രജൌരിയായ രാജപുരയിലെ ധനീധർ അല്ലെങ്കിൽ ധരണീധർ കോട്ടയ്ക്ക് മുകളിൽ നിന്നാണ് ഇന്ന് ജനം TV യുടെ ഈ പ്രത്യേക പുത്തൻ പുലരി പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.